പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ സുറിയാനി സഭയുടെ പാരമ്പര്യം വെച്ച് സുറിയാനി സഭയുടെ ലിറ്റർജി ഹോൾഡ് ചെയ്യുന്ന പുരോഹിതരായാലും മേൽപ്പട്ടക്കാരായാലും അവര് ഈ ദിവ്യകാരുണ്യ ആരാധന നടത്തുന്നുണ്ടെങ്കിൽ അത് സുറിയാനി സഭയുടെ പാരമ്പര്യം വെച്ച് അത് വിഗ്രഹാരാധനയാണ്. നിത്യം സ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരിച്ചറിയ രക്തങ്ങൾ നമുക്ക് ഭക്ഷിക്കാനായിട്ടാണ് കൊടുക്കുന്നത്. അതാണ് പാപമോചനം പ്രാപിക്കാൻ നിത്യജീവനായിട്ട് കൊടുക്കുന്നത്. അതൊരു വ്യക്തിക്ക് കൊടുത്തിരിക്കുക. ഇതെടുത്ത് വെച്ച് ആരാധിക്കാനുള്ള ലിറ്റർജി എവിടെയാണ്? ആ തിരിച്ചറിയ രക്തങ്ങൾ വെച്ചിട്ട് നിങ്ങൾ വിലപേശരുത്. മുഖവരയില്ലാതെ തന്നെ എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ പറഞ്ഞു വെച്ച് പോകാൻ പറ്റിയാൽ വളരെ നന്ന്. അതിലെ ഒന്നാമത്തെ ഒരു വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും, ഞാനൊരു പോസ്റ്റ് ഇട്ടിരുന്നു. അത് ദിവ്യകാരുണ്യ ആരാധനയെ പറ്റിയാണ്. ഇപ്പം എന്തുകൊണ്ടാണ് ഈ വിഷയം വീണ്ടും എടുത്തുകൊണ്ട് വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വളരെ പേര് എൻ്റെ അടുത്ത് വന്ന് ഈ കാര്യങ്ങൾ പറഞ്ഞു. അന്ന് ചെറിയാൻ ചേട്ടൻ പറഞ്ഞു ഇതുപോലെ കാര്യങ്ങൾ. പക്ഷേ വളരെ ശക്തമായിട്ട് ചില അച്ഛന്മാർ അവർ ഇതിനെപ്പറ്റി ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അവർ ധ്യാനങ്ങളൊക്കെ നടത്തുമ്പോൾ അവർക്കൊരു പവർ കിട്ടാൻ വേണ്ടിയിട്ട് രണ്ട് കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഒന്ന് ദിവ്യകാരുണ്യ ആരാധന, രണ്ട് കൊന്ത ചൊല്ലൽ. അപ്പം എൻ്റെ അഭിപ്രായം ഇതിനകത്തെ പറ്റി പറയാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ശക്തമായ രീതിയിൽ ഞാൻ എതിർക്കുന്നത് ഈ ദിവ്യകാരുണ്യ ആരാധന എന്ന കാര്യമാണ്. ഇത് പരിശുദ്ധ കത്തോലിക്ക സഭയിൽ അവരിത് വളരെ സീരിയസ് ആയിട്ട് ചെയ്യുന്ന കാര്യമാണ്. സോ അവർക്ക് അതിൻ്റെതായ തിയോളജി ഉണ്ട്. നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ കത്തോലിക്ക സഭയല്ല. കത്തോലിക്ക സഭ പരിശുദ്ധ കുർബാനയെ സ്വീകരിക്കുന്ന രീതിയിലല്ല പരിശുദ്ധ സുറിയാനി സഭ അതിൻ്റെ തുടക്കം തൊട്ട് അവസാനം വരെ കാണുന്നത്. അപ്പൊ അവരുടെ വേദശാസ്ത്രത്തിൽ തൊടാനോ അവരുടെ വിശുദ്ധ കുർബാന രീതിയെ പറ്റി സംസാരിക്കാനോ അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് പരിശുദ്ധ സുറിയാനി സഭയുടെ പാരമ്പര്യം വെച്ച് സുറിയാനി സഭയുടെ ലിറ്റർജി ഹോൾഡ് ചെയ്യുന്ന പുരോഹിതരായാലും മേൽപ്പട്ടക്കാരായാലും അവര് ഈ ദിവ്യകാരുണ്യ ആരാധന നടത്തുന്നുണ്ടെങ്കിൽ അത് സുറിയാനി സഭയുടെ പാരമ്പര്യം വെച്ച് അത് വിഗ്രഹാരാധനയാണ്. വാങ്ങി പൂജിപ്പിൻ കുടിപ്പിൻ എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. ഇത് നമ്മൾ പാലിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ സത്യത്തിൽ ഈ സഭയുടെ വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയി. കത്തോലിക്ക വിശ്വാസം ഹോൾഡ് ചെയ്തുകൊണ്ട് യാക്കോബായ സഭയുടെ അല്ലെങ്കിൽ സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാന നിങ്ങൾ ചെയ്യരുത്. അത് തെറ്റാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ അവർ ഏറ്റവും നല്ല കാര്യം അവർ കത്തോലിക്ക സഭയുമായിട്ട് ചേർന്ന്, അതിന് പല സംവിധാനങ്ങളുണ്ടല്ലോ. ഇപ്പം നമ്മുടെ രീതിയിൽ കുർബാന ചൊല്ലണം, പക്ഷേ എന്നാൽ കത്തോലിക്കയിലെ ചില കാര്യങ്ങൾ എടുക്കണമെങ്കിൽ അവർക്ക് ഇപ്പോൾ ഇന്ത്യയിൽ പ്രത്യേകിച്ച് നല്ല സൗകര്യമുണ്ട്. മലങ്കര കത്തോലിക്കയിൽ അത് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യുക. അതല്ലാതെ ആ ശുശ്രൂഷകൾ നമ്മളെടുത്ത് സുറിയാനി സഭയിൽ കൊണ്ടുവരുന്നത് അതൊരിക്കലും അഭിലഷണീയമല്ല. അപ്പോൾ നമ്മളുടെ വിശ്വാസത്തിന് വേണ്ടിയിട്ട് വിശ്വാസത്യാഗം ചെയ്ത മുഴുവൻ പിതാക്കന്മാരുടെയും മുഖത്ത് കരിവാരി തേക്കുന്ന പരിപാടിയാണ് ചെയ്തത്. നിങ്ങളായിട്ട് ആരും ഒന്നും ഒരു ലിറ്റർജിയും ഉണ്ടാക്കിയിട്ടില്ല. നമ്മൾ ഇന്ന് യൂസ് ചെയ്യുന്ന മുഴുവൻ തക്സായും മുഴുവൻ പ്രാർത്ഥനകളും എല്ലാം തന്നെ നമുക്ക് സുറിയാനി സഭയിൽ നിന്ന് തന്നതാണ്. അവരുടെ നിക്ഷേപമാണ്, അവരുടെ കഷ്ടപ്പാടാണ്, അവരുടെ ബുദ്ധിമുട്ടാണ്. അപ്പൊ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിനോട് മാന്യത കാണിക്കണം. എന്നാൽ അതേസമയം തന്നെ കത്തോലിക്ക സഭയിൽ അവർ ചെയ്യുന്നത് അവർക്ക് അവരുടേതായ കാര്യങ്ങളുണ്ട്. അപ്പം അതിനോട് ചേർന്ന് നിൽക്കാൻ താല്പര്യമുള്ളവർ ഇവിടെ നിന്ന് ഇത് നമ്മൾക്ക് ചേരുന്നില്ല, എനിക്ക് കുറച്ചുകൂടെ യോഗ്യമായത് ഇതാണ്, സോ യു ജോയിൻ ദെയർ. അപ്പൊ അതല്ലാതെ ഒരു സ്ഥാപനത്തിൽ ഒരു ചർച്ചിൽ നിന്നുകൊണ്ട് വേറൊരു ചർച്ചിന്റെ സ്വഭാവം എടുക്കരുത്. ഇതൊരു തെറ്റായ നടപടിയാണ്. ഇതാണ് ഇത് ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത് എന്ന് പറയുന്നതിൽ ഇനി അർത്ഥമില്ല. കാരണം ഇതൊക്കെ പറഞ്ഞു തന്ന് നമ്മളെ പഠിപ്പിക്കേണ്ട ആളുകളെ തിരിച്ചു പഠിപ്പിക്കുക അല്ലെങ്കിൽ റിവേഴ്സ് ഷെപ്പേഡിങ് എന്ന് പറയുന്ന കാര്യം ചെയ്യേണ്ടത് ഗതികേട് കൊണ്ടാണ്. നിങ്ങൾ നോക്കൂ, ഒരു കത്തോലിക്ക സഭയിലെ പുരോഹിതൻ അല്ലെ അവരുടെ ആരെങ്കിലും വന്ന് സുറിയാനി സഭയുടെ ഒരു കാര്യം അവരുടെ ചർച്ചിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നുണ്ടോ? ഇല്ല. കാരണം അവർക്ക് അവരുടെ സഭയുടെ ലിറ്റർജി അല്ലെ അവർ പറഞ്ഞിരിക്കുന്ന പ്രോട്ടോകോൾസ് പാലിക്കാൻ അവർ ബാധ്യസ്ഥരാണ്.
അപ്പോൾ നമ്മൾക്കത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അത് വലിയൊരു പരാജയമാണ്. പക്ഷേ ദയവ് ചെയ്ത് വേറൊരിടത്ത് ഇവിടെ കൊണ്ടുവരരുത്. അത് ഒരു ശരിയായ നടപടിയല്ല. ഞാൻ നിങ്ങളെ ആരും ഉപദേശിക്കാൻ പറ്റുകയില്ല. പക്ഷെ നമ്മൾ തെറ്റുകൾ കണ്ടു കഴിഞ്ഞാൽ പറയാതെ എന്ത് ചെയ്യും? ഇതിനൊക്കെ ശക്തമായ രീതിയിൽ പ്രത്യേകിച്ച് കൽപ്പനകൾ ഇറക്കുകയും അങ്ങനെയുള്ളവരെ നമ്മൾ അതിൽ നിന്ന് തിരുത്തിക്കുകയും ചെയ്യേണ്ടതാണ്. പക്ഷെ എന്തുകൊണ്ടോ ഇതൊക്കെ ചിലപ്പോൾ എത്തേണ്ട സ്ഥലത്ത് എത്തുന്നില്ല, അല്ലെ ഓരോരുത്തർ രഹസ്യമായിട്ട് ചെയ്യുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയുടെ കാര്യമാണ്. നിങ്ങൾ രഹസ്യത്തിൽ പറയുന്നത് പോലും അതിൻ്റെയും വീഡിയോ റെക്കോർഡിങ്ങും ഓഡിയോ റെക്കോർഡിങ്ങും വരും. അതുകൊണ്ട് നിങ്ങൾ അവിടെ ഇരുന്ന് ഗ്രൂപ്പായിട്ട് ചർച്ച ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഒരാൾ അതിൻ്റെ റെക്കോർഡിങ് വിട്ടിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം പരസ്യമായിട്ട് വിടാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ബാധിക്കും. അതുകൊണ്ട് നിങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ വിശ്വസിക്കുന്ന എന്താണെന്ന് അത് പ്രാക്ടീസ് ചെയ്യുക. അത് ഈ സഭയുടെ പാരമ്പര്യം അല്ലെങ്കിൽ നിങ്ങൾ അതുമായിട്ട് ചേരുന്ന സഭയുമായിട്ട് ചെന്ന് നിങ്ങൾ കാര്യം ചെയ്യുക. ഇന്നത്തെ കാലത്ത് ഒരാൾ മാറിപ്പോയെന്നൊന്നും പറഞ്ഞാൽ ഒന്നും പ്രശ്നമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് യു ഡോണ്ട് കെയർ അബൌട്ട് ഈ ചർച്ചിൻ്റെ ഇത് നിങ്ങൾ ഏതായാലും കെയർ ചെയ്യുന്നില്ല. പിന്നെ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? സോ ഗോ ആൻഡ് ഡു ദ അതർ തിങ്. ഇതാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. സുറിയാനി സഭയിൽ എന്തുകൊണ്ട് അത് എന്നോട് ഒരാൾ ചോദിച്ചു, ഞാൻ ഫേസ്ബുക്കിൽ എഴുതിയപ്പോൾ, എന്തുകൊണ്ടാണ് അതായത് ദിവ്യകാരുണ്യ ആരാധനയെ ഇതെന്ന് പറയുന്നത്. ഞാൻ പറയുന്നത് യാക്കോബായ സുറിയാനി സഭയുടെ ലിറ്റർജിക്കൽ തിയോളജി എൻ്റെ മനസ്സിലായതിനനുസരിച്ചാണ് പറയുന്നത്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരം അത് ഖണ്ഡിക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയത്തില്ല, അവിടെ ശുശ്രൂഷക്കാരൻ നമ്മൾ തിരശ്ശീലിട്ടിരിക്കുമ്പോൾ മണിയടിക്കും. മണിയടിക്കുന്നത് എന്തിനാണ്? ഖണ്ഡിപ്പ് നടന്നു എന്ന് ലോകത്തെ അറിയിക്കാൻ. രഹസ്യത്തിന്റെ ശുശ്രൂഷയാണെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്. ഇതേപോലെ തന്നെ പുരോഹിതൻ എല്ലാം ഭക്ഷിച്ച് എല്ലാം കഴിഞ്ഞതിന് ശേഷം പൂജാപാത്രങ്ങൾ തുടച്ചു എന്ന് ഉറപ്പ് വരുത്തുന്നിടം വരെ അവിടെ ഒരാൾ സാക്ഷിയുണ്ട്. അപ്പൊ ഈ സുറിയാൻ സഭയിൽ രഹസ്യമായിട്ടൊന്നും ചെയ്യുന്നില്ല, എല്ലാത്തിനും അതിന് സാക്ഷിയെ വെച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ വിശ്വാസവും പാരമ്പര്യവും അങ്ങനെ ആയിരിക്കെ അതല്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും രഹസ്യമായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഈ വിശ്വാസത്തിന് കടയ്ക്കൽ കത്തിവെക്കുന്ന പരിപാടിയാണ്. നിങ്ങളെ സംബന്ധിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നുമായിരിക്കാം, ഞാനത് ചെയ്യുമ്പോൾ എനിക്കൊരു എക്സ്ട്രാ പവർ കിട്ടുന്നുണ്ട്. പോസിബിൾ ആണ്, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, നമുക്കറിയത്തില്ല ഒന്നാമത്തെ കാര്യം. പക്ഷെ അപ്പോൾ ഒരു കുഴപ്പം വരുന്നത് ഇതാണ്, കർത്താവായ യേശു ക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങൾ നമുക്ക് ഭക്ഷിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത്. അതാണ് പാപമോചനം പ്രാപിക്കാൻ നിത്യജീവനായിട്ട് കൊടുക്കുന്നത്. അതൊരു വ്യക്തിക്ക് കൊടുത്തിരിക്കുകയാണ്. ഇതെടുത്ത് വെച്ച് ആരാധിക്കാനുള്ള ലിറ്റർജി എവിടെയാണ്? ഇതെടുത്ത് ആരാധിക്കാൻ എവിടെയാണ് പറഞ്ഞിരിക്കുന്നത്? 2, യേശുക്രിസ്തു അതിൽ എഴുന്നള്ളി വരുന്നു എന്നുള്ളതാണ് കത്തോലിക്ക തിയോളജി. ഞാൻ മനസ്സിലായി, യേശുക്രിസ്തു അതിൽ അപ്പത്തിൽ ഇറങ്ങി വരുന്ന ദൈവം. പക്ഷെ നമ്മുടെ തിയോളജി എന്താണ്? പരിശുദ്ധ റൂഹ ഇറങ്ങി വന്ന് നമ്മൾ ഈ സമർപ്പിച്ചിരിക്കുന്ന ഈ അപ്പത്തെയും മീഞ്ഞിനെയും നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ തിരുശരീര രക്തങ്ങളാക്കി പൂർത്തീകരിക്കുകയാണ്. അത് ആ ഡിക്ലറേഷനിലാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ, നിങ്ങളല്ല, പരിശുദ്ധ റൂഹയാണ് ഇറങ്ങി വന്ന് ചെയ്യുന്നത്. അതിനകത്ത് യേശുക്രിസ്തു ഇറങ്ങി വന്നൊന്നല്ല, യേശുക്രിസ്തുവിന്റെ തിരുശരീര രക്തങ്ങളായിട്ട് അത് രൂപാന്തരപ്പെടുത്തുന്നു. ആ തിരുശരീര രക്തങ്ങളെ നിങ്ങൾ എന്ത് ചെയ്യാം? അതാണ് കർത്താവ് കൊടുക്കാൻ പറഞ്ഞത്, അതാണ് നിങ്ങൾ കൊടുക്കുന്നത്. ഇനിയും ആ തിരുശരീര രക്തങ്ങൾ വെച്ചിട്ട് നിങ്ങൾ വില പേശരുത്. അതായത് നിങ്ങൾക്ക് ശക്തി ഉണ്ടാകാനും നിങ്ങൾ ചോദിക്കുന്നതിന് നിങ്ങൾക്ക് കിട്ടാനും നിങ്ങൾ കർത്താവിന്റെ തിരുശരീര രക്തത്തെ നിങ്ങൾ ഒരു ആയുധമായിട്ട് പ്രയോഗിക്കരുത്. അത് നിത്യജീവന് പ്രൊട്ടക്ഷന് വേണ്ടി നിങ്ങൾക്ക് തന്നിരിക്കുന്നതാണ്. അതെടുത്ത് വെച്ചിട്ട് നിങ്ങൾ വിലപേശൽ നടത്തുമ്പോൾ, അതായത് നിങ്ങൾ ധ്യാനം നടത്തുമ്പോൾ ആ ധ്യാനത്തിൽ കൂടുതൽ കാര്യങ്ങൾ നടത്തപ്പെടാനായിട്ട് നിങ്ങൾ ഇതെടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നത് ശരിയല്ല. അതിനായിട്ട് ഒരു ലിറ്റർജി ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ലിറ്റർജി ഞാൻ ഈ വന്നിരിക്കുന്നത് പോലെ എടുത്ത് പരസ്യമായിട്ട് ഇതാണ് ആ ലിറ്റർജി, സുറിയാനി സഭ ഉണ്ടാക്കിയിരിക്കുന്ന ലിറ്റർജി ഇതാണെന്ന് ഞങ്ങളോട് പറയണം. അന്ന് നമ്മൾ ഇതിനെപ്പറ്റി പിന്നെ ഒന്നും മിണ്ടത്തില്ല. അങ്ങനെ ഒരു ലിറ്റർജി സഭയിലില്ലെങ്കിൽ, ലിറ്റർജിക്കൽ തിയോളജി ഹോൾഡ് ചെയ്യുന്ന സുറിയാനി സഭയിൽ, അതുകൊണ്ട് പ്രത്യേകമായിട്ട് പറയണേ, ലിറ്റർജിക്കൽ തിയോളജി എല്ലാത്തിനും എഴുതി വെച്ചിരിക്കുന്ന ഒരു സഭയിൽ ഇത്തരം പരിപാടികൾ നടത്തരുത്. അത് തെറ്റാണ്. നിങ്ങൾക്ക് ഇപ്പം പരസ്യമായി നടത്തിയതിനെ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ രഹസ്യമായിട്ട് നടത്താവുന്നതാക്കി. ഇതെല്ലാം നിയന്ത്രിക്കണം. പിതാക്കന്മാര് ഇതിൽ ഇടപെടണം.